ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീന് ഒരു സങ്കട ഹർജി സമർപ്പിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് മന്ത്രിയോട് വ്യക്തിപരമായി ഒന്നും പറയാനില്ല. എനിക്ക് മന്ത്രിയോട് പറയേണ്ടത്, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പൊതുസമൂഹം അറിയേണ്ട ചില വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയിലൂടെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഞാനൊരു സങ്കട ഹർജി സമർപ്പിക്കുന്നത്. ഇനി സങ്കട ഹർജിക്ക് കാരണമായ കാര്യം ഒരു പത്രവാർത്തയാണ്. ഞാൻ ആ പത്രവാർത്തയൊന്ന് വായിക്കാം. 10/8/2026 മലയാള മനോരമയിൽ വന്ന ഒരു വാർത്തയാണ്. അധ്യാപകന് സസ്പെൻഷൻ, അതാണ് തലക്കെട്ട്. സ്കൂൾ തല സോഷ്യൽ സയൻസ് ക്ലബ് ഫ്രീഡം ക്വിസിലെ വിവാദ ചോദ്യത്തെ തുടർന്ന് ചോദ്യം തയ്യാറാക്കിയ കുമ്പള ഉപജില്ലയിലെ AUPS പള്ളിക്കത്തടുക്കയിലെ അധ്യാപകൻ ഗുരുപ്രസാദിനെ സസ്പെൻഡ് ചെയ്തു. അടുത്ത വാചകമാണ്: മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത്. പക്ഷെ മന്ത്രി പറഞ്ഞനുസരിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ താല്പര്യം അനുസരിച്ചൊന്നും അല്ല ചെയ്തത് എന്നുള്ളതാണ്. ഇനിയും സസ്പെൻഷന് നിദാനമായ കാരണം എന്താണെന്നുള്ളതാണ്. അവിടെ ഒരു ഫ്രീഡം ക്വിസിൽ, LP വിഭാഗത്തിനുള്ള ഒരു ഫ്രീഡം ക്വിസിൽ ഒരു ചോദ്യം വന്നു. ഭയങ്കര വിവാദമായൊരു ചോദ്യമാണ്. ചോദ്യം എന്താണ്? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഇതിനെക്കാട്ടി വലിയ അപകടകരമായ ഒരു ചോദ്യം UDF ഭരിക്കുമ്പോൾ മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് ചോദിക്കാനുണ്ടോ? ചോദ്യം പിന്നെയും മനസ്സിലാക്കാം. ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ബഹുമാനപ്പെട്ട മന്ത്രിയെ പ്രകോപിപ്പിച്ചത്. ചോദ്യത്തിൻ്റെ ഉത്തരമായി VD സവർക്കറുടെ പേര് ഉൾപ്പെടുത്തിയതാണ് പ്രതിഷേധത്തിന് ഇടയായത്. ഇവിടെയാണ് എനിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ N ഷംസുദ്ദീനോട് ചില കാര്യങ്ങൾ പറയാനുള്ളത്. ആരാണ് സർ ഈ VD സവർക്കർ? വിനായക് ദാമോദർ സവർക്കർ. ഈ VD സവർക്കർ അറേബ്യൻ നൈറ്റ്സിലെ ഒത്തിരി ചെറുകഥകളുണ്ടല്ലോ, ആ കഥകളിലെ കഥാനായകനല്ല. അദ്ദേഹം ചരിത്രപുരുഷനാണ്. അദ്ദേഹം ഒരു വിപ്ലവകാരിയാണ്. ഈ മനുഷ്യനെ 1883 ജനിച്ച് 1962 മരിച്ച ഒരു വിപ്ലവകാരിയാണ്. 1962 അദ്ദേഹം മരിച്ചു എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ജനിച്ചത് 1969. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അങ്ങ് ജനിക്കുന്നതിന് 3 വർഷം മുമ്പ് മാത്രം മരിച്ച വിപ്ലവകാരിയായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് പറഞ്ഞാൽ ചരിത്രാതീത കാലത്തെ അല്ല, ക്രിസ്തുവിന് മുമ്പൊന്നും അല്ല. അങ്ങ് ജനിക്കുന്നതിന് 3 വർഷം മുമ്പ് മരിച്ച ഒരു വിപ്ലവകാരിയെക്കുറിച്ചാണ് പറയാനുള്ളത്. ഈ വിപ്ലവകാരി ആരാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കണം. 1911 VD സവർക്കറെ സെല്ലുലാർ ജയിലിൽ അടയ്ക്കുമ്പോൾ അദ്ദേഹത്തിന് 28 വയസ്സാണ് സർ പ്രായം. സാർ അത് ഓർത്തിരിക്കണം. 38 വയസ്സ് വരെ എന്ന് വെച്ചാൽ 10 വർഷം ഈ വിപ്ലവകാരി ജയിലിൽ കിടന്നു. അദ്ദേഹം മന്ത്രിയാകാൻ ഇറങ്ങിയതല്ല. കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റി കൗൺസിൽ സ്ഥാനമോ ഒന്നും തിരക്കി ഇറങ്ങിയ ഒരാളല്ല. അദ്ദേഹം വിപ്ലവകാരിയായ ഒരാളാണ്. അങ്ങ് സമയം കിട്ടുമ്പോൾ ആൻഡമാൻ നിക്കോബർ ഐലൻഡിലുള്ള സെല്ലുലാർ ജയിലിൽ പോയി ഒന്ന് കാണണം. ഇരിക്കാനോ കിടക്കാനോ സുഖമായി ഒന്ന് കിടക്കാൻ സ്ഥലമില്ലാത്ത, ഒരു നല്ല ജനൽ പോലും ഇല്ലാത്ത ഒരു ഇടുങ്ങിയ മുറിയാണ് സർ ഈ VD സവർക്കർ 11 വർഷം സെല്ലുലാർ ജയിലിൽ കിടന്ന മുറി. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണല്ലോ അങ്ങ്. അങ്ങേക്ക് ആൻഡമാൻ നിക്കോബറും സന്ദർശിക്കുന്നതിന് പോക്കറ്റിൽ നിന്ന് കാശ് മുടക്കണ്ട. സർക്കാരിൻ്റെ ചെലവിൽ തന്നെ അങ്ങേക്ക് ഇത് പോയി കാണാം. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഈ ചരിത്രം തിരുത്താൻ ഇറങ്ങിയിരിക്കുന്ന അങ്ങ് തീർച്ചയായിട്ടും പോയി ഈ സെല്ലുലാർ ജയിൽ ഒന്ന് കാണണം. ഈ സെല്ലുലാർ ജയിൽ മാത്രം അങ്ങ് കണ്ടാൽ പോരാ. അഹമ്മദ് നഗർ കോട്ടയിൽ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു തടവിൽ കിടന്ന മുറിയും അങ്ങ് പോയി ഒന്ന് കാണണം. അവിടെ കിടന്നാണ് അദ്ദേഹം ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്. അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങ് പോയി ഒന്ന് കാണണം. അതുപോലെ തന്നെ അഗാഖാൻ പാലസിൽ, അഗാഖാൻ കൊട്ടാരത്തിൽ, ആഗ്രയിലാണ്, താജ്മഹൽ കാണാൻ പോകുന്ന സമയത്ത് കയറി കാണാവുന്നതാണ്. ആ അഗാഖാൻ കൊട്ടാരത്തിൽ മഹാത്മാഗാന്ധി കിടന്ന മുറിയും അവിടെ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും സാർ. അങ്ങ് സെല്ലുലാർ ജയിലിലെ VD സവർക്കർ കിടന്ന സെല്ലും
നെഹ്റു അഹമ്മദ് നഗർ കോട്ടയിൽ താമസിച്ചിരുന്ന മുറിയും മഹാത്മാഗാന്ധി കിടന്ന അഗാഖാൻ പാലസും ഒക്കെ അങ്ങ് പോയെന്ന് കാണണം. എന്നിട്ട് വേണം വി ഡി സവർക്കർ ആരാണ് എന്ന് അങ്ങ് ചിന്തിക്കേണ്ടത്. വി ഡി സവർക്കറെ കുറിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങ് പഠിക്കണം. ഇത്തരം ഒരു തരംതാണ ഉത്തരവിറങ്ങുന്നതിന് മുമ്പ് ഈ വി ഡി സവർക്കർ ആരാണെന്ന് അറിയാനുള്ള ഒരു സാമാന്യ ബോധം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് വേണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ചില വസ്തുതകൾ പറയുന്നത്. അങ്ങൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യയിൽ ബംഗാളും മഹാരാഷ്ട്രയും വിപ്ലവകാരികളുടെ നാടായിരുന്നു. കേരളം വിപ്ലവകാരികളുടെ ഒന്നും നാടല്ല. ഇവിടെ സമാധാനപൂർവ്വമായി പോയ ഒരു നാടാണ്. തെന്നിവേലി റയട്ട് എന്ന് പറയുന്ന ഒരു വിപ്ലവം നടന്നത് മദ്രാസിലാണ്, പഴയ മദ്രാസ് സംസ്ഥാനത്താണ്. നമ്മൾ ഇവിടെ നടത്തിയ മുദ്രാവാക്യം വിളിയൊക്കെ നമുക്കറിയാമല്ലോ. 2021 നടന്ന മുദ്രാവാക്യം വിളിയും അതിനുശേഷം നടന്ന മുദ്രാവാക്യം വിളിയൊക്കെ നമുക്കറിയാം. എന്തായാലും ശരി, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. മഹാരാഷ്ട്രയെക്കുറിച്ച് 2 വാക്ക് പറയാം. ഈ മഹാരാഷ്ട്ര ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ ഈറ്റില്ലം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലമാണ്, ബംഗാൾ പോലെ തന്നെ. അവിടെ ചില പ്രമുഖരായ വിപ്ലവകാരികളുണ്ടായിരുന്നു. വിപ്ലവത്തിൻ്റെ നാടായിരുന്നു. അവിടെ ജീവിച്ചിരുന്ന ഒരു വിപ്ലവകാരിയാണ് വാസുദേവ് ബൽവന്ത് ഫാഡ്കെ. റാനഡെ എന്ന് പറഞ്ഞ പ്രശസ്തനായ ബുദ്ധിജീവി, അദ്ദേഹം ജഡ്ജിയായിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങൾ, ലേഖനങ്ങൾ, അതാണ് ബൽവന്ത് ഫാഡ്കെയെ ഒരു വിപ്ലവകാരിയാക്കി മാറ്റിയത്. അതുപോലെ തന്നെ മഹാരാഷ്ട്ര സംഭാവന ചെയ്ത മറ്റൊരു വിപ്ലവകാരിയാണ് ദാമോദർ ചേപ്കർ. ദാമോദർ ചേപ്കറെ ഒരു ബ്രിട്ടീഷ് ഓഫീസറെ വധിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നു. ഈ ദാമോദർ ചേപ്കറിന്റെ മരണം വല്ലാതെ വി ഡി സവർക്കറെ അലട്ടി. അദ്ദേഹം ദുഃഖിതനായി ഇങ്ങനെ കഴിയുന്ന സമയത്താണ് മറ്റൊരു വിപ്ലവകാരിയായിരുന്ന ശ്യാംജി കൃഷ്ണവർമ്മ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം വിപ്ലവകാരിയായിരുന്നു. അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്ന് രക്ഷപ്പെട്ട് നേരെ ലണ്ടനിലേക്ക് പോയി. അവിടെ ചെന്ന് അദ്ദേഹം ഒരു പ്രസിദ്ധീകരണം, ഒരു മാസിക തുടങ്ങി. ആ മാസികയുടെ പേര് ദ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്നായിരുന്നു. എന്നിട്ട് അവിടെ അദ്ദേഹം കുറച്ച് പണമൊക്കെ സംഘടിപ്പിച്ച് വീട്ടിലേക്ക് ഭാര്യയ്ക്കും പിള്ളേർക്കും അയച്ചു കൊടുക്കുകയല്ല ചെയ്തത്. ഇന്ത്യയിലെ വിപ്ലവബോധമുള്ള, വിപ്ലവ വീര്യമുള്ള, രാജ്യസ്നേഹമുള്ള ചെറുപ്പക്കാർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ പരിമിതമായ വരുമാനത്തിൽ നിന്ന് 3 ഏറ്റവും സമർത്ഥരായ വിപ്ലവകാരികൾക്ക്, യുവാക്കൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ചു. ആ സ്കോളർഷിപ്പ് കിട്ടിയതിൽ ഒരാളാണ് ഈ വിനായക് ദാമോദർ സവർക്കർ. സ്കോളർഷിപ്പ് കിട്ടി ലണ്ടനിൽ പഠിക്കാൻ പോയ ആളാണ്. നന്നായിട്ട് പഠിച്ചു. പക്ഷേ വിപ്ലവം തലയ്ക്ക് പിടിച്ച അദ്ദേഹം പഠിത്തത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് തൻ്റെ മാതൃരാജ്യത്തിൻ്റെ മോചനത്തിനായിരുന്നു. അവിടെയും അദ്ദേഹം വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തി. അദ്ദേഹം ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സംഘടന ഉണ്ടായിരുന്നു, വിപ്ലവകാരികളുടെ ഒരു സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടനയുടെ പേര് മിത്രമേള എന്നായിരുന്നു. പിന്നീട് ഈ മിത്രമേളയാണ് അതിൻ്റെ പേര് മാറ്റി അഭിനവ് ഭാരത് സൊസൈറ്റി എന്ന പേരിൽ മാറിയത്. ഇതൊക്കെ നെറ്റിൽ അടിച്ചു നോക്കിയാൽ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കാണാം. അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറിയോടോ അല്ലെങ്കിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരോടോ പറഞ്ഞാൽ ഇതെല്ലാം ഡീറ്റെയിൽസ് എടുത്തു തരും. ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് അങ്ങ് പരിശോധിക്കണം. അപ്പോൾ വി ഡി സവർക്കറിൻ്റെ വിപ്ലവ പ്രവർത്തനം തുടങ്ങുന്ന അവിടെയാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വിപ്ലവത്തിലൂടെ ഇന്ത്യയെ മോചിപ്പിക്കുകയായിരുന്നു. അല്ല, സത്യാഗ്രഹം കിടന്ന് മോചിപ്പിക്കാനല്ല. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പോലെ ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ച് ബലം പ്രയോഗിച്ച് അവരെ ഇവിടെ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ച വിപ്ലവകാരികളിൽ ഒരാളാണ് സർ ഈ വി ഡി സവർക്കർ. അവിടെ നിന്ന് അദ്ദേഹം 20 ബ്രൗണിംഗ് ഓട്ടോമാറ്റിക് പിസ്റ്റലുകൾ വാങ്ങിച്ചു. എന്നിട്ട് ഒരു പുസ്തകം വാങ്ങിച്ച്, പല പുസ്തകങ്ങൾ വാങ്ങിച്ച്, അതിനിടയ്ക്ക് കടലാസുകളൊക്കെ വെട്ടിക്കളഞ്ഞ് ഈ 20 ബ്രൗണിംഗ് ഓട്ടോമാറ്റിക് പിസ്റ്റലുകൾ പാഴ്സലായിട്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് അയച്ചു കൊടുത്തു. അദ്ദേഹം അയച്ചു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരൻ ഗണേഷ് സവർക്കറുടെ പേരിലാണ്. അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ പ്രവർത്തകർക്ക് ക്രൂരന്മാരായ ബ്രിട്ടീഷ് ഓഫീസർമാരെ വെടിവെച്ച് കൊല്ലാനാണ് സർ ഈ തോക്ക് അയച്ചു കൊടുത്തത്. അങ്ങ് മനസ്സിലാക്കണം. പക്ഷേ പാഴ്സൽ ഇവിടെ വന്നപ്പോഴത്തേക്കും ഗണേഷ് സവർക്കർ അറസ്റ്റിലായി. തൊട്ടുപുറകെ വി ഡി സവർക്കർ അറസ്റ്റിലായി. ഈ വി ഡി സവർക്കറെയാണ് 1911 സെല്ലുലാർ ജയിലിൽ അടച്ചത്. അങ്ങിത് മനസ്സിലാക്കണം. ആ മനുഷ്യൻ ഏറ്റവും അധികം കാലം തടവിൽ കിടന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണെന്ന് ചോദിച്ചാൽ ശരി ഉത്തരം വിനായക് ദാമോദർ സവർക്കറാണ് സർ. അത് അധ്യാപകൻ്റെ കുഴപ്പമല്ല, ചരിത്രത്തിൻ്റെ കുഴപ്പമാണ് സർ. ഒരു പരിധിവരെ അങ്ങയുടെയും കുഴപ്പമാണ് സർ. അങ്ങയ്ക്ക് ചരിത്രബോധം ഇല്ലാത്തത് കൊണ്ടാണ് ഈ കുഴപ്പമുണ്ടായത്. അങ്ങയ്ക്ക് ചരിത്രബോധം ഇല്ലാത്തതിന് ഞാൻ അങ്ങേ കുറ്റം പറയത്തില്ല. കാരണം അങ്ങ് M.Com കഴിഞ്ഞ് അത് കഴിഞ്ഞ് LLB പഠിച്ച ഒരാളാണ്.
അങ്ങേക്ക് ചരിത്രത്തെക്കുറിച്ച് അറിയില്ല, ചരിത്രം പഠിച്ചില്ല. 10ാം ക്ലാസ് വരെ അങ്ങ് ചരിത്രം പഠിച്ചുള്ളൂ. അതൊരു തെറ്റൊന്നുമല്ല. ഒരു മന്ത്രി, ഒരു പൊതുപ്രവർത്തകൻ, ഒരു നേതാവ്, ഭരണാധികാരി ചരിത്രം പഠിക്കണമെന്നൊരു നിർബന്ധവുമില്ല. അക്ഷരാഭ്യാസം പോലും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം മതി. എഴുതാനും വായിക്കാനും അറിഞ്ഞാൽ മതി. അതുപോലും അറിയാത്ത എം മണി മന്ത്രിയായില്ലേ, അത് പോയിക്കോട്ടെ. പ്രാഥമിക വിദ്യാഭ്യാസം ഇല്ലാത്ത, ആർജിക്കാത്ത കാമരാജനാണ് ആരാണ് തമിഴ്നാട് കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി. അതങ്ങ് മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഔപചാരിക വിദ്യാഭ്യാസം ഒരു ഘടകമല്ല. അപ്പോൾ ചരിത്രം പഠിക്കാത്തത് അങ്ങയുടെ ഒരു കുറവാണെന്ന് തോന്നുന്നില്ല. അങ്ങേ കൊമേഴ്സാണ് പഠിച്ചത്, അത് നല്ല സബ്ജക്റ്റ് തന്നെയാണ്. പക്ഷേ ചരിത്രം പഠിക്കാത്തതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അങ്ങേക്ക് ചരിത്രബോധമില്ലാത്തതൊരു കുറവാണ് സാർ. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് ചരിത്രബോധമില്ലാതെ വരുന്നത് വളരെ വളരെ കുറവാണ് സാർ. അങ്ങ് 10ാം ക്ലാസ് വരെ ചരിത്രം പഠിച്ചിട്ടുള്ളൂവെങ്കിലും അങ്ങ് ചരിത്രബോധമില്ലാതെ പോകരുത്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഞാൻ അങ്ങയോട് പറയാം. ഈ വി.ഡി. സവർക്കറെക്കുറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പറഞ്ഞത് അങ്ങേക്കറിയാമോ? 1970 ശ്രീമതി ഇന്ദിരാഗാന്ധി വി.ഡി. സവർക്കറുടെ സ്മരണ നിലനിർത്താനായി ഒരു സ്മാരക സ്റ്റാമ്പ് പുറപ്പെടുവിച്ചു സാർ. അങ്ങ് പേര് മാറ്റണം എന്ന് പറഞ്ഞാൽ വി.ഡി. സവർക്കറെ കുറിച്ചാണ് സാർ ഞാനിത് പറയുന്നത്. ഈ ഇന്ദിരാഗാന്ധി സവർക്കറെ കുറിച്ച് പറഞ്ഞത് റിമാർക്കബിൾ സൺ ഓഫ് ഇന്ത്യ എന്നാണ്. സാർ, അങ്ങയുടെ പാർട്ടിയിലെ ആളുകളൊക്കെ പാർലമെൻറ്റിൽ പോയിട്ടുണ്ടല്ലോ. പാർലമെൻറ്റിൽ വി.ഡി. സവർക്കറുടെ ചിത്രമുണ്ട് സാർ. അതവരൊന്ന് കാണാൻ പറയണം സാർ. അദ്ദേഹത്തിൻ്റെ ചിത്രത്തോടൊപ്പം ആരുടെയൊക്കെ ചിത്രങ്ങളുണ്ട് എന്ന് അവർ നോക്കി അങ്ങയോടൊന്ന് പറയണം സാർ. അല്ലെങ്കിൽ അങ്ങ് പോയിന്ന് കാണണം സാർ. അപ്പോൾ ഈ യാഥാർത്ഥ്യം അങ്ങ് മനസ്സിലാക്കണം. അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് വി.ഡി. സവർക്കറെ മനസ്സിലായി. പക്ഷേ വി.ഡി. സവർക്കറെ എതിർത്തുകൊണ്ടിരിക്കുന്നത് വി.ഡി. സവർക്കർ ആരാണ്, വി.ഡി. സതീശൻ ആരാണ് എന്നറിയാത്ത പപ്പുവാണ്. പപ്പുവാണല്ലോ നിങ്ങളുടെ UDFൻ്റെ നേതാക്കന്മാരുടെ ആരാധ്യ പുരുഷൻ. ഈ പപ്പുവിന് ചരിത്രബോധമൊന്നുമില്ല സാർ. പപ്പു പറഞ്ഞു കേട്ട് ചരിത്ര പുരുഷന്മാരെ വിലയിരുത്താൻ അങ്ങ് ഇറങ്ങിയാൽ അങ്ങ് ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ അപഹാസ്യനായി ചെന്ന് പതിക്കും എന്നുള്ളതാണ്. എത്രയോ പേര് ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ പോയിരിക്കുന്നു സാർ. അങ്ങ് അത്തരം ഒരു ഗതികേടിലേക്ക് ദയവായി അങ്ങ് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ അങ്ങിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്, നല്ല കാര്യം. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അങ്ങയുടെ പാർട്ടിയിൽ തന്നെ ചില മന്ത്രിമാരുണ്ടായിരുന്നു. അതിൽ അങ്ങ് അബ്ദുൾ റബ്ബ് എന്ന് പറയുന്ന മന്ത്രിയെ ദയവായി മാതൃകയാക്കരുത്. അങ്ങ് മാതൃകയാക്കേണ്ടത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി സുദീർഘമായ സേവനമനുഷ്ഠിച്ച E.T. മുഹമ്മദ് ബഷീറിനെയാണ്. അല്ലാതെ നാലകത്ത് സൂപ്പിയെയും അബ്ദുൾ റബ്ബിനെ അങ്ങ് മാതൃകയാക്കിയാൽ അങ്ങ് അപഹാസ്യനാകും സാർ. 5 വർഷത്തെ കാലാവധിയല്ലേ അങ്ങേക്ക് ഭരിക്കാനുള്ളൂ. അതുവരെ ഭരിക്കാൻ കഴിയുമോ എന്ന് തന്നെ നമ്മുടെ കാലം തെളിയിക്കേണ്ട കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പം അങ്ങ് ചരിത്രബോധം ഉണ്ടാകണം ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക്. അതേ എനിക്ക് പറയാനുള്ളൂ. അവസാനമായി വളരെ ലളിതമായ ഒരു ചോദ്യമാണ് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീനോട് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ അല്ല. അങ്ങ് ചോദ്യത്തിന് മറുപടി പറയാൻ അങ്ങ് ബാധ്യസ്ഥനാണ്. കാരണം അങ്ങ് ലീഗിൻ്റെ മന്ത്രിയല്ല, കേരളത്തിൻ്റെ മന്ത്രിയാണ്. എൻ്റെ കൂടെ നികുതി പണത്തിലാണ് അങ്ങ് സഞ്ചരിക്കുന്നതും ആഹാരം കഴിക്കുന്നതും ഹോർലിക്സ് കഴിക്കുന്നതൊക്കെ എൻ്റെ കൂടെ ചെലവിലാണ്. അപ്പോൾ അതുകൊണ്ട് പൊതുസമൂഹത്തിലെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ, ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് അങ്ങയോട് വളരെ ലളിതമായ ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ. സാർ, എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്. വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. സാർ, ഇവിടെ 2 ഉത്തരമേ ഉള്ളൂ. ഒബ്ജക്റ്റീവാണ്, യെസ് ഓർ നോ. ഷംസുദ്ദീൻ സാർ, അങ്ങ് ചരിത്രം പഠിക്കണം, ചരിത്രബോധമുണ്ടാകണം. അങ്ങ് ധരിക്കുന്ന ആളല്ല ഈ വിനായക് ദാമോദർ സവർക്കർ എന്ന വസ്തുത അങ്ങ് അറിയണം. നമസ്കാരം സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.